ഹായ് സ്റ്റുഡൻസ്, ഞാൻ ഷനോജ് ലാൽ. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഡെസിമൽ ഫോംസ് അഥവാ ദശാംശ രൂപങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ. വളരെ എളുപ്പത്തിലുള്ളൊരു ചാപ്റ്ററാണ്. ഇതിൻ്റെ തുടക്കമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇക്വേഷൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ആദ്യം, അതെങ്കിൽ സമവാക്യം. അതന്നെ ഓൾജിബ്രിക് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ, അല്ലെങ്കിൽ ബീജഗണിത സമവാക്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഓൾജിബ്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്? എന്താണ്? നമ്മൾ നമ്പേഴ്സും അതുപോലെ തന്നെ വേരിയബിൾസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഇക്വേഷനാണ്. ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫോർ എവരി ഇക്വേഷൻ ദർ ഈസ് എൻ ഈക്വൽ സൈൻ അല്ലേ. ഒരു ഇക്വേഷൻ എപ്പോഴും ഉണ്ടാകുന്നത് എന്താണ്? ഒരു ഈക്വൽ സൈൻ ഉണ്ടായിരിക്കും. എന്താണ് ആക്ച്വലി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷനുകളെ ഈക്വൽ സൈൻ വെച്ച് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അല്ലെങ്കിൽ രണ്ട് ബീജഗണിത വാക്യങ്ങളെ സമചിഹ്നം ചേർത്ത് എഴുതിയാലാണ് നമുക്ക് സമവാക്യം കിട്ടുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എക്സിലുള്ളൊരു ബീജഗണിത വാചകം അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് 5x+3. x-4 എന്ന് പറയുന്ന വേറൊരു ബീജഗണിത വാചകമാണ് അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ്. ഈ രണ്ട് ഓൾജിബ്രിക് എക്സ്പ്രഷനും കൂടി നമ്മൾ ഈക്വൽ സൈൻ വെച്ച് ലിങ്ക് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്തൊക്കെ ഭാഗങ്ങളാണുള്ളത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇടതുവശം വലതുവശം, ഇടത് കൈയുടെ വശം വലത് കൈയുടെ വശം എന്നാ പറയാം. അപ്പോൾ ഈ രണ്ട് വശങ്ങളാണ് സാധാരണ ഒരു ഇക്വേഷൻ ഉണ്ടാവും. മിഡിൽ ഒരു സൈൻ ഉണ്ടാവും, അത് ഈക്വൽ സൈൻ ആണെന്ന് അറിയാം. ഈക്വൽ സൈൻ ഇല്ലാത്തതൊന്നും ഇക്വേഷനില്ല കേട്ടോ. അപ്പോൾ ഈക്വൽ സൈൻ ഉണ്ടാവുന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് സാധാരണ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടി സോൾവ് ചെയ്തിട്ട് ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഇക്വേഷനിൽ നമ്മൾ വേറൊരു ആളെ കാണാനുള്ളത് അതിൻ്റെ വേരിയബിൾ അല്ലെങ്കിൽ ചരം എന്ന് പറയുന്ന കാര്യത്തെയാണ്. ആരാണ്? ചരം, വേരിയബിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താ പറയുക? ചരം എന്നാണ് പറയുന്നത്. എന്താണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? വേരിയേറ്റ് ചെയ്യുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക അല്ലേ. മാറിക്കൊണ്ടിരിക്കുന്നത്, വേരിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് പറയും അല്ലേ, ഒരു വേരിയബിളിനെ കൂട്ടുപിടിച്ച് പറയും. ഫോർ എക്സാമ്പിൾ, സം ഓഫ് എ നമ്പർ ആൻഡ് 3 ഈസ് 4 എന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു നമ്പറിൻ്റെയും വേറെ 3ൻ്റെയും കൂടി സമ്മ് 4 കിട്ടി. ഏതാണ് ആ നമ്പർ? നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഓൾജിബ്രിക്കലി അത് നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കല്ലല്ലോ ഇടുക. x+3 = 4 അല്ലേ. എക്സിൻ്റെയും 3ൻ്റെയും തുക 4 എന്നുള്ളത് അങ്ങനെ എഴുതാം. ഒരു സംഖ്യയുടെയും 3ൻ്റെയും തുക 4 എന്നുള്ളത് നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വി യൂസ് ഓൾവേസ് എ വേരിയബിൾ അല്ലേ. ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ചരം ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു തരത്തിലുള്ള ചരം മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷനിൽ, എക്സ്. അതുപോലെ ഇവിടെ ഒരു ചരമാണ് എക്സ് എന്നുള്ളത്. വൈയിൽ പറയാം അല്ലേ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് വേരിയബിളായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അല്ലേ. ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്, അതൊക്കെ അറിയാമല്ലോ അല്ലേ. ഒരു ചോദ്യം നോക്കൂ. ദർ ആർ 100 beads in a box, some black and some white. 10 more black than white. How many black beads are there and how many white beads are there? 10 more black beads are white എന്ന് പറഞ്ഞിട്ട് വൈറ്റിനേക്കാൾ എന്ത് കൂടുതലാണ്? 10 കൂടുതലാണ് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കറുത്ത മുത്തുകളും എത്ര വെളുത്ത മുത്തുകളും ഉണ്ടെന്നുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എണ്ണാണെന്നുള്ളതെന്ന് അറിയില്ല അല്ലേ. ബ്ലാക്ക് ബീഡ്സ് എത്രയാണെന്ന് അറിയില്ല, വൈറ്റ് ബീഡ്സ് എത്രയാണെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ആകെ 100 beads ആണുള്ളത്, 100 അല്ലേ, 100 മുത്തുകളാണുള്ളത്. അതുകൊണ്ട് നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അതിനൊരു വേരിയബിൾ നമ്മൾ സാധാരണ എടുക്കുക. 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ലെറ്റ് ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് അല്ലേ, വൈറ്റ് ബീഡ്സ് ബി എക്സ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് എത്രയാണ് ഉണ്ടാവുക? ബ്ലാക്ക് ബീഡ്സ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സിനേക്കാൾ എത്ര കൂടുതലാണ്? 10 കൂടുതലാണ് അല്ലേ. അപ്പോൾ 10 + x എന്നോ x+10 എന്നോ എഴുതാം. 10 കൂടുതലാണ് അല്ലേ. അപ്പോൾ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെങ്കിൽ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം 10 x+10 ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലേ. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, ബ്ലാക്ക് ബീഡ്സും വൈറ്റ് ബീഡ്സും കൂടി കൂട്ടിയാൽ ആകെ എത്ര ബീഡ്സാണ്? 100 എന്നുള്ള റിലേഷൻ കിട്ടും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണ്, ബ്ലാക്ക് ബീഡ്സ് x+10 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എന്നല്ലേ കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്തെടുത്താൽ മതി അല്ലേ. ഇത് സോൾവ് ചെയ്യുക എങ്ങനെയാണ്? നമ്മൾ ഒരേ തരത്തിലുള്ള വേരിയബിൾസ് ആദ്യം ആഡ് ചെയ്യുക. എക്സും ആഡ് ചെയ്യുമ്പോൾ 2x. ഇവിടെ ഒരു 10 ഉണ്ട്, അതിവിടെ എഴുതി വെക്കുക. ഇവിടെ 100 എന്ന് എഴുതാം. സോ ഇവിടെ 2x അവിടെ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10നെ ഈക്വലിനപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ 100 ഓൾറെഡി ഉണ്ട്, 10ൻ്റെ സൈന് പോസിറ്റീവാണ്. ഈക്വലിനപ്പുറത്തേക്ക് പോകുമ്പോൾ -10 എന്നായി മാറും. നീക്കറിയല്ലോ, 100 നിന്ന് 10 സബ്ട്രാക്ട് ചെയ്താൽ 90 അല്ലേ. 2xൻ്റെ വാല്യൂ 90 കിട്ടുകയാണെങ്കിൽ നമുക്ക് x കാണണമെങ്കിൽ ഈ 2നെ ഈക്വലിനപ്പുറത്തേക്ക് കൊണ്ടുപോകലല്ലേ ചെയ്യുക. എന്താ ചെയ്യുക? 90/2 എന്ന് പറഞ്ഞാൽ 45.
അപ്പോൾ എക്സ് എന്നെടുത്ത് ആരുടെ എണ്ണാണ്? വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണാണ് നമുക്കിപ്പോൾ 45 എന്ന് കിട്ടിയത്. ഇപ്പോൾ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണാണ് 45നോട് എന്ത് ചെയ്യണം? 10 ആഡ് ചെയ്യണ്ടേ? സോ വി ഗെറ്റ് ബ്ലാക്ക് ബീഡ്സ് 55 എന്ന് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഒറ്റ വേരിയബിൾ മാത്രമുള്ള ഒരു ഇക്വേഷനാണത്, അല്ലേ? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് അതിനെ പറയാം. ഒരു ചരം മാത്രമുള്ള സമവാക്യമാണെന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, സോ ഇതേ ചോദ്യം നമുക്ക് മറ്റൊരു തരത്തിൽ ചെയ്യാം. ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. ബ്ലാക്ക് ബീഡ്സ് എത്രയാണ് നമ്മൾ വിചാരിക്കുന്നത്? എക്സ് ആണ്. അപ്പം വൈറ്റ് ബീഡ്സ് എത്രയാണ് വരുന്നത്? നമ്മൾ ടോട്ടൽ ബ്ലാക്ക് ബീഡ്സ് നിന്ന് 10 കുറവാണ്. ബ്ലാക്ക് ബീഡ്സ് എക്സ് ആയതുകൊണ്ട് അതിന് 10 കുറവല്ലേ? അതിന് അതുപോലെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബീഡ്സും അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുന്നത്? 100 കിട്ടുന്നതിൽ കൊടുത്താൽ ബ്ലാക്ക് ബീഡ്സിൻ്റെ എണ്ണം എക്സും അതുപോലെ വൈറ്റ് ബീഡ്സിൻ്റെ എണ്ണമാണ് എന്ത് വരുന്നത്? എക്സ് മൈനസ് 10 ആകുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 100 എന്ന് കിട്ടും, അല്ലേ? സോ നമുക്കിവിടെ ഈ 2x മൈനസ് 10 എന്നാണ് 100 എന്ന് കിട്ടുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത് -10 ആണ്. ഈക്വലിന് അപ്പുറത്തേക്കുമ്പോൾ +10 ആയി മാറും. 2xനെ അവിടെ നിർത്തുക. നമുക്ക് വേണ്ടത് 100 + 10 എഴുതാം. സോ 100 + 10 110 ആണ്. അപ്പോൾ എക്സ് കിട്ടാൻ 110നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 55 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ബീഡ്സിൻ്റെ അവിടെ 55 എന്ന് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ബീഡ്സിൻ്റെ എന്താ വരിക? 55 - 10. സോ വി ഗെറ്റ് 45. അപ്പോൾ ഈ രണ്ട് തരത്തിൽ ചെയ്താൽ നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഡിപ്പെൻസ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഒരു വേരിയബിൾ മാത്രമുള്ള കുറച്ച് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഒറ്റ വേരിയബിൾ മാത്രമുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. ഒറ്റ ചരം മാത്രമുള്ള സമവാക്യങ്ങളുടെ ലഘൂകരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഈ സമവാക്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിലുള്ള വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്താണ് സൊല്യൂഷൻ എന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് വേരിയബിൾ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള അതിൻ്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം വേരിയബിളുള്ള ടേമിന് ഒരു ഭാഗത്ത് നിർത്തുക, ബാക്കി വേരിയബിൾസ് ഇല്ലാത്തതിനൊക്കെ മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? സോ ദ പ്രൈസ് ഓഫ് എ table and chair together is ₹5,000. Then the price of a table and 4 chairs is ₹8,000. Find the price of each എന്നാ പറഞ്ഞത്. ഒരു ചെയറിൻ്റെയും ടേബിളിൻ്റെയും കൂടി ഒരുമിച്ചുള്ള വിലയാണ് 5,000 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്രൈസ് ഓഫ് എ ടേബിൾ 1 ചെയർ, അല്ലേ? 1 ചെയർ ടുഗദർ ഈസ് 5,000 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയറിൻ്റെ പ്രൈസ് ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയർ ബി ₹X എന്ന് വിചാരിച്ചു. എക്സ് ആണ് ചെയറിൻ്റെ പ്രൈസ്, അല്ലേ? ഒരു ചെയറിൻ്റെ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഒരു ചെയറായിട്ടുള്ള എക്സും ടേബിളും കൂടി ആഡ് ചെയ്തപ്പം 5,000 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടേബിളിൻ്റെ പ്രൈസ് എന്താ വരിക? 5,000 - X. ഇനി രണ്ടാമത് പറഞ്ഞു നോക്കിക്കോളൂ. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർസ് ടുഗദർ, അല്ലേ? ദ പ്രൈസ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളും അതുപോലെ തന്നെ 4 ചെയർസ് ടുഗദർ ഈസ് ₹8,000 എന്നല്ലേ പറഞ്ഞത്? ഒരു ടേബിളും 4 ചെയർസും കൂടിയുള്ള എൻ്റെ പ്രൈസാണ് 8,000. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ടേബിളിൻ്റെ പ്രൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 5,000 - X ആണ്. 4 ചെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ചെയറിൻ്റെ പ്രൈസ് X ആയതുകൊണ്ട് 4 ചെയർസിൻ്റെ എത്രയാണ് വരിക? 4X എന്നാ വരിക. സോ വി ഗെറ്റ് 8,000. സോ വി ഹാവ് 5,000. സോ ഹിയർ -X + 4X ഈസ് 3X ആണ്, അല്ലേ? സോ വി ഗെറ്റ് 8,000. ഇവിടെ നമുക്ക് 3Xനെ അവിടെ നിർത്തുക. എക്സുള്ള ടേം അവിടെ നിർത്തുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ 8,000 ഉണ്ട്. 5,000 ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ -5,000 എന്നാവുമല്ലോ. സോ വി ഗെറ്റ് 3,000 ആണ് X കിട്ടിയത്. X കിട്ടണമെങ്കിൽ നമ്മൾ ഈ 3നെ ഈക്വലിന് അപ്പുറത്തേക്ക് പോകും /3 എന്നാവും. സോ വി ഗെറ്റ് 1000 എന്ന് കിട്ടും, അല്ലേ? 1000 എന്ന് പറഞ്ഞാൽ ഒരു ചെയറിൻ്റെ പ്രൈസ് X എന്ന് എടുത്തുകൊണ്ട് 1000 ആണ് ഒരു ചെയറിൻ്റെ പ്രൈസ്. അപ്പോൾ ഒരു ടേബിളിൻ്റെ പ്രൈസ് 5,000 - X എന്ന് പറഞ്ഞാൽ 5,000 - 1,000 എന്നല്ലേ? സോ വി ഗെറ്റ് ദ പ്രൈസ് ഓഫ് എ ടേബിൾ ബി ₹4,000. അങ്ങനെ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ച രീതിയാണ്, അല്ലേ? ഇവിടെ നമ്മൾ ഇത് പഠിച്ചത് എങ്ങനെയാണ്? 8th നമുക്കിതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഒറ്റ വേരിയബിൾ മാത്രം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ 2 അൺനോൺസ് ആയിട്ട് എടുത്ത് നോക്കാം വിചാരിക്കാം. ചെയറിൻ്റെ പ്രൈസ് വേറെ, ടേബിളിൻ്റെ പ്രൈസ് വേറെ ആയിട്ട് എടുത്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക? ലെറ്റ് ദ പ്രൈസ് ഓഫ് എ ചെയറിൻ്റെ പ്രൈസ് നമ്മൾ X എന്നും ആൻഡ് ദാറ്റ് ഓഫ് ടേബിൾ ബി വേറൊരു വേരിയബിൾ യൂസ് ചെയ്യുക. ഏതാ യൂസ് ചെയ്ത വേരിയബിൾ? Y. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന കാര്യം എന്താണ്? X + Y ആണ്, അല്ലേ? പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ഈസ് ₹5,000 തന്നിട്ടുള്ളത്. എത്രയാണ് തന്നിട്ടുള്ളത്? 5,000. X + Y ഈസ് ഗിവൺ ഹിയർ 5,000. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് വേരിയബിൾ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? 5,000 - X എന്ന് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിച്ചൂടെ?
ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി നോക്കിക്കോളൂ, ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയേഴ്സ് ടുഗദർ ഈസ് ₹8,000. ഒരു ടേബിളും അതുപോലെ തന്നെ 4 ചെയേഴ്സും തമ്മിൽ എൻ്റെ പ്രൈസ് ആഡ് ചെയ്താൽ 8,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടേബിളിന് പകരം 1y എന്ന് എഴുതാം, പ്ലസ് 4 ചെയേഴ്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ചെയറിന് പകരം എന്താ കൊടുക്കുക, ഒരു ചെയറിൻ്റെ വാല്യൂ x ആകുമ്പോൾ 4 ചെയേഴ്സിൻ്റെ വാല്യൂ 4x എന്നല്ല വരിക. സോ ഇറ്റ് ഈസ് 8,000. ഇവിടെ വൈയുടെ പ്ലേസിൽ ഈ വാല്യൂ പുട്ട് ചെയ്യുക. 5,000 മൈനസ് x പ്ലസ് 4x ഈക്വൽ ടു 8,000. ഇത് ബാക്കി മുതൽ നേരത്തെ ഉള്ള പോലെയാണ് വരിക അല്ലേ. സോ വി ഗെറ്റ് 3x ഈക്വൽ ടു 8,000 മൈനസ് 5,000. സോ x ഈക്വൽ ടു 3,000/3 എന്ന് തന്നെ വരും. സെയിം 1,000 rupees എന്ന് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. പ്രൈസ് ഓഫ് എ ചെയർ എന്താ കിട്ടുന്നത്, ഇറ്റ് ഈസ് ₹1,000. ഈ ഒരു പ്രോബ്ലം ചെയ്തതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നമ്മൾ 2 വേരിയബിൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി മുതൽ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിലൊക്കെ 2 റിലേഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ 2 വേരിയബിൾസ് 2 ചരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനുള്ള ശ്രമമാണ് ഇനി മുതൽ ഉണ്ടാവേണ്ടത്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ വേരിയബിൾ നമ്മൾ ഒരു എക്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ വി യൂസ് 2 വേരിയബിൾസ് ആൻഡ് ഹൗ ടു ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ എന്നുള്ളതാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം. ഇൻ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 meter, one side is 5 centimeter longer than the other. What are the lengths of the sides? 1 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ ഒരു വശം മറ്റൊരു വശത്തിനേക്കാൾ 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ വശങ്ങളുടെ നീളം കാണണം അല്ലേ. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരമാണ്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡും അറിയില്ല അല്ലേ. നമുക്ക് തൽക്കാലം ലെങ്ത്ത് ബ്രെഡ്ത്തുമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ലെങ്ത്തും ബ്രെഡ്ത്തും ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത് 1 side ഈസ് 5 centimeter മോർ ദാൻ ദി അതർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ലെങ്ത്ത് നമുക്ക് x എന്നും ബ്രെഡ്ത്ത് y എന്നും വിചാരിച്ചോളൂ. എന്താ വിചാരിച്ചത്, ലെങ്ത്ത് x എന്നും ബ്രെഡ്ത്ത് y എന്ന് വിചാരിച്ചോളൂ അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത്ത് ഒരു സൈഡ് മറ്റൊരു സൈഡിനേക്കാൾ 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ സമയത്ത് 2 സൈഡുകളാണുള്ളത്. 1 side x വേറൊരു സൈഡ് y എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത്ത് വേറൊരു സൈഡിൻ്റെ ലെങ്ത്തിനേക്കാൾ എന്താണ് 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ലെങ്ത്ത് ബ്രെഡ്ത്തിനേക്കാൾ 5 കൂടുതലാണെന്ന് പറയാം അല്ലേ. ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഇതിനേക്കാൾ 5 കൂടുതലാണ് അല്ലേ. എക്സ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്ര കൂടുതലാണ്, 5 കൂടുതലാണ്. y+5 എന്ന് പറയാം. ബ്രെഡ്ത്തിനോട് 5 കൂട്ടണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് നോക്കൂ, ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് 1 meter എന്ന് പറഞ്ഞിട്ട് പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ അതിൻ്റെ ചുറ്റളവ് അല്ലേ, ആ ചതുരത്തിൻ്റെ ചുറ്റളവ് 1 meter എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ശരിക്കും ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ശരിയല്ലേ. അപ്പോൾ ശരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ പെരിമീറ്ററിൻ്റെ ഹാഫ് അല്ലേ കിട്ടേണ്ടത്, ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, ലെങ്ത്ത് നമ്മൾ എന്താ വിചാരിച്ചത്, എക്സ് എന്നും ബ്രെഡ്ത്ത് y എന്നാണ് വിചാരിച്ചത്. അപ്പോൾ x+y ഈക്വൽ ടു പെരിമീറ്റർ 1 meter/2 എന്നാണ്. 1 meter/2 എന്ന് പറഞ്ഞാൽ ½ മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്, 100 സെൻറ്റിമീറ്റർ ആണ്. കാരണം നമുക്ക് തന്നിട്ടുള്ള ബാക്കി അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ½ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും, 50 സെൻറ്റിമീറ്റർ. സോ x+y ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, എക്സിന് പകരം y+5 എന്ന് കൊടുത്തൂടെ. അപ്പോൾ ഞാനിവിടെ എക്സിന് പകരം y+5 എന്ന് കൊടുക്കുകയാണ്. y+5 + y ഈക്വൽ ടു 50 എന്ന് എഴുതാം. അവിടുന്ന് ഈ 2 വൈകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 2y+5 ഈക്വൽ ടു 50 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ. 2y+5 ഈക്വൽ ടു 50 ആണെങ്കിൽ 2y കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക, 50 മൈനസ് 5 എന്ന് എഴുതും. ഈ 5ന് ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അല്ലേ. സോ 2y എന്ന് പറയുന്നത് 45 എന്ന് കിട്ടും. y കിട്ടാൻ എന്താ ചെയ്യുക, 45/2. സോ 22.5. 22.5 ആണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. y എന്ന് പറയുന്നത് എന്താണ്, 22.5 ആണ്. അപ്പോൾ ലെങ്ത്ത് എന്താ വരിക, y+5 എന്നല്ലേ വിചാരിച്ചത്. 22.5നോട് 5 ആഡ് ചെയ്യണം. 22.5നോട് 5 ആഡ് ചെയ്താൽ എത്ര വരിക, 27.5. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് കിട്ടും, എക്സും വൈയും കൂടി ആഡ് ചെയ്താൽ 50 കിട്ടും ചെയ്യും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് സോൾവ് ചെയ്യാം. 2 വേരിയബിൾസ് ഉപയോഗിച്ച് അങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വെൻ വി ആഡ് 1 to the numerator of a fraction and simplify it, we get 1/2. And when we add 1 to the denominator instead and simplify it, we get 1/3. What is this fraction? എന്നാണ്. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/2 കിട്ടുകയും
അതിന് പകരമായിട്ട് ഛേദത്തിനോടൊന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടുകയും ചെയ്താൽ ഫ്രാക്ഷൻ ഏതാണ്, ഭിന്നസംഖ്യ ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ഭിന്നസംഖ്യ എങ്ങനെയാണ് ഉണ്ടാവുക? സോ ലെറ്റ് ദ ഫ്രാക്ഷൻ അല്ലേ, ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് ദ ഫ്രാക്ഷൻ ബി എക്സ് ബൈ വൈ എന്ന് വിചാരിച്ചോളൂ. എന്തെങ്കിലും എടുക്കുക, ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആണ്. അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? എക്സും ഡിനോമിനേറ്റർ അംശം എന്ന് പറയുന്നത് എക്സും ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയുന്നത് വൈയും ആണ് അല്ലേ. ഇനി ചോദ്യത്തിലേക്ക് നോക്കൂ, നമ്മൾ ന്യൂമറേറ്ററിനൊന്ന് കൂട്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/2 അല്ലേ കിട്ടിയത്. സോ ഗിവൺ ദാറ്റ് ന്യൂമറേറ്ററായ എക്സിനോട് 1 ആഡ് ചെയ്തിട്ട് ആ ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? ഹാഫായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം ഇതിന് പകരമായിട്ട് ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? 1/3 എന്നാണ്. ഇങ്ങനെയുള്ള 2 ഇക്വേഷൻസാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത്. നമ്മളുടെ കാണേണ്ടത് ഫ്രാക്ഷനാണ് കാണേണ്ടത്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ്. ഈ എക്സ് ബൈ വൈ കാണണമെങ്കിൽ എക്സും വൈയും ഫൈൻഡ് ഔട്ട് ചെയ്യണം, ശരിയല്ലേ. അപ്പോൾ ഇവിടുന്ന് നമുക്കതൊന്ന് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ. എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്യാം? നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 1/y ഈക്വൽ ടു ഹാഫ് എന്നാണ് അല്ലേ. ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ഈ ഡിനോമിനേറ്ററിലെ 2നെ ഈക്വലിന് ഇപ്പുറത്തേക്കും ഈ ഡിനോമിനേറ്ററിനെ ഇപ്പുറത്തേക്കും കൊണ്ടുവരണം അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മാറുക? 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് എഴുതണം. എക്സ് പ്ലസ് 1 ബ്രാക്കറ്റിൽ തന്നെ എഴുതണം. ഇവിടെ ഈക്വൽ സൈനാണ്. 1 ഇൻറ്റു എന്താണ്? വൈ. ശരിയാണല്ലോ. ഇതൊന്ന് മാറ്റി എഴുതിയാൽ 2x + 2 എന്നാണ് വരിക, ഈക്വൽ ടു വൈ എന്ന് കിട്ടും. വൈയുടെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി. 2x + 2 ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അതുപോലെ അടുത്ത ഇക്വേഷൻ ഏതാ? അടുത്ത ഇക്വേഷൻ എക്സ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1/3 എന്നാണ്. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 3x ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 3x ഈക്വൽ ടു 1 ഇൻറ്റു വൈ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് 1 തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു വൈയുടെ വാല്യൂ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്, എക്സിൽ മാത്രമായിട്ടുള്ള വൈ വാല്യൂ. എന്നാൽ പിന്നെ ഈ എക്സും വൈ ഒഴിവായിട്ട് എക്സിൽ മാത്രമുള്ള ഇക്വേഷൻ ആയിട്ട് മാറുമല്ലോ. അതുകൊണ്ട് ഈ വൈനെ നമുക്ക് ചേഞ്ച് ചെയ്ത് ഈ വില കൊടുത്തൂടെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 3x ഈക്വൽ ടു വൈക്ക് പകരം എന്ത് കൊടുക്കാം? 2x + 2 എന്ന് കൊടുക്കാം. ഇവിടെ ഒരു 1 അവിടെ ബാക്കിയുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാം. ഈ 2xനെ നമുക്കൊക്കെ എക്സ് ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവരണം. ഈ 2x എന്ന് പറയുന്നത് ഇവിടെ ഒരു 3x ഉണ്ട്, ഈ 3xൻ്റെ ഭാഗത്തേക്ക് 2xനെ കൊണ്ടുവരണം. കാരണം ബാക്കി എക്സ് ഇല്ലാത്തതൊക്കെ ഒരു ഭാഗത്ത് വെക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ 3x ഉണ്ട്, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് 2xന് ഈക്വലിനപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് 2x ആയിട്ട് മാറും. ഇവിടെ ഒരു 2 ബാക്കിയുണ്ട്, ഇവിടെ ഒരു 1ഉം ബാക്കിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക? 3x - 2x എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, എന്ത് കിട്ടി? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. എക്സ് എത്രയാണ്? 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വൈ എന്ന് പറയുന്നത് കിട്ടാൻ എന്താ ചെയ്യുക? വൈ എന്ന് പറയുന്നത് 2x + 2 എന്നാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. വൈ എന്ന് പറയുന്നത് 2x + 2 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വൈ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഇൻറ്റു എക്സ് 3 അല്ലേ, 3 + 2. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? 2ഉം 3ഉം തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണേ, അല്ലാതെ ഇത് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ 6 + 2 എന്നാണ്. സോ വി ഗെറ്റ് വൈ ആസ് 8. അപ്പോൾ ഫ്രാക്ഷൻ നമ്മൾ എടുത്തത് എക്സ് ബൈ വൈ എന്നല്ല എടുത്തത്. എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3. വൈ എന്താണ്? 8 ആണ്. സോ 3/8 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാക്ഷൻ അല്ലേ. 3/8 ആണ് നോർമൽ ഫ്രാക്ഷൻ ഉണ്ടാകുന്നത്. ഭിന്നസംഖ്യ 3/8 ആണ്. ഇത് നമ്മൾ കിട്ടിയത് ശരിയാണോ എന്നൊക്കെ വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. നമുക്ക് ഈ ന്യൂമറേറ്ററിനോട് ഒന്ന് കൂട്ടിയിട്ട് ഈ ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ 1/2 കിട്ടുമോ നോക്കാം അല്ലേ. ന്യൂമറേറ്ററിനോട് മാത്രം, ന്യൂമറേറ്റർ 3 അല്ലേ, 3നോട് 1 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1/2 കിട്ടുന്നുണ്ടോ നോക്കിക്കോളൂ. 3 + 1/8 എന്ന് പറഞ്ഞാൽ 4/8 ആണ്. 4/8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിക്കും എഴുതുക? 4 ഇൻറ്റു 1/4 ഇൻറ്റു 2. ഈ 4 കട്ട് ചെയ്താൽ അതിൻ്റെ വില എത്രയാണ്? 1/2. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ശരിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിനോട് ഒന്ന് കൂട്ടുന്ന സമയത്ത് അത് 1/3 ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ന്യൂമറേറ്റർ അങ്ങനെ തന്നെ എഴുതിയിട്ട് ഡിനോമിനേറ്ററിനോട് ഒന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് 1/3 ആവുന്നുണ്ടോ നോക്കിക്കോളൂ. 3/9 അത് വരിക അല്ലേ. 3/9 നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? 3 ഇൻറ്റു 1 ആണ് 3 എന്ന് പറയുന്നത്. 9 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ആണ്. ഈ 2 3s കട്ടായപ്പോൾ 1/3. അപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ശരിയാണ് അല്ലേ. സോ അതാണ് അതിൻ്റെ ആൻസർ. ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എ മാൻ ഇൻവെസ്റ്റഡ് ₹10,000 split into 2 schemes at annual rate of interest 8% and 9%. After 1 year, he got ₹875 as interest from both. How much did he invested in each? ഒരാൾ 10,000 രൂപ 2 സ്കീമുകളിൽ 8% 9% ഇൻട്രസ്റ്റ് കിട്ടുന്ന 2 സ്കീമുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്, നിക്ഷേപിക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം അയാൾക്ക് 875 രൂപ എന്ത് കിട്ടി? പലിശയായിട്ട് കിട്ടിയെങ്കിൽ ഓരോ സ്കീമിലും എത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ.
രണ്ട് സ്കീമുകളാണ്. ലെറ്റ് സ്കീം 1 എന്ന് വിചാരിക്കാം അല്ലേ. എന്താണ് സ്കീം 1ഉം അതുപോലെ സ്കീം 2 ആണ്. രണ്ട് സ്കീമുകളുണ്ട് അല്ലേ. അപ്പോൾ അയാളുടെ പൈസ ആകെയുള്ള പൈസ 10,000 റുപ്പീസാണ്. സ്കീം 1 X റുപ്പീസും അതുപോലെ സ്കീം 2 നമുക്ക് അയാൾ Y റുപ്പീസും കൂടി ഡെപ്പോസിറ്റ് ചെയ്ത് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഇന്ന് കണ്ടെത്താൻ പറ്റും. രണ്ടിലും കൂടി ഡെപ്പോസിറ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ടോട്ടൽ എമൗണ്ട് 10,000 അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? സ്കീം 1 ഡെപ്പോസിറ്റ് ചെയ്ത തുകയും സ്കീം 2 ഡെപ്പോസിറ്റ് ചെയ്തതും കൂടി കൂട്ടിയാൽ 10,000 കിട്ടും. ഒന്ന് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത സ്കീം Y ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. 10,000 മൈനസ് എക്സ് എന്നെഴുതാം അല്ലേ. Y = 10,000 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇനി സാധാരണ ഒരു എമൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് രണ്ട് സ്കീമിലും കൂടി കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലേ കാണാൻ വേണ്ടി പോവാണ്. രണ്ടിലും കൂടി കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാ? ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 1 പ്ലസ് ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 2 രണ്ടിന്ന് ഓരോന്നും കിട്ടിയ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 875 രൂപയാണ് കിട്ടുന്നത്. രണ്ട് സ്കീമിൽ ഓരോന്നും കൂടി ആഡ് ചെയ്താൽ 875 ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ സ്കീം 1 ഇൻട്രസ്റ്റ് കാണണം. സ്കീം 1 പെർസെൻറ്റേജ് എത്രയാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% ആണ്. സ്കീം 2 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 9% ആണ്. ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 1 കാണണം അല്ലേ. എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഫ്രം സ്കീം 1? നമുക്ക് സ്കീം 1 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8%ഉം അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എക്സും ആയതുകൊണ്ട് അതിൽ ഇൻട്രസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 8% ഓഫ് എന്ത് ചെയ്യാം? എക്സ് എടുക്കാം എന്ന് പറഞ്ഞാൽ 8% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? എക്സ് ഇൻറ്റു 8% എന്നാണ്. അല്ലെങ്കിൽ എക്സ് ഇൻറ്റു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 8/100 എന്ന് എഴുതാം അല്ലേ. 8x/100 എന്നാണ് നമ്മൾ അതിനെ എഴുതുക. ഏതിന്ന്? സ്കീം 1 നിന്നുള്ള ഇൻട്രസ്റ്റ്. അതുപോലെ സ്കീം 2 നിന്നിട്ടുള്ള ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9% ഓഫ് സ്കീം 2 എമൗണ്ട് എത്രയാണ്? Y ആണ്. നമ്മൾ എഴുതുക 9y/100 എന്ന് നമുക്ക് അതിനെ മാറ്റി എഴുതാം. 9y/100. സ്കീം 1 ഇൻട്രസ്റ്റും സ്കീം 2 ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തപ്പം 875 റുപ്പീസ് കിട്ടും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സ്കീം 1 ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? 8x/100 ആണ്. സ്കീം 2 ഇൻട്രസ്റ്റ് എത്രയാണ്? 9y/100 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോഴാണ് 875 കിട്ടിയത്. ഇതിൻ്റെ നോക്കുക, ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിക്കോളൂ. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. ഛേദങ്ങൾ തുല്യമായതുകൊണ്ട് ഇപ്പം നമുക്കൊരു കാര്യം അറിയാം. a/b + c/b എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അതിനെ a + c/b എന്ന് ഒരുമിച്ച് എഴുതാം. കാരണം രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അതുപോലെ തന്നെയാണ് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 100 ആയതുകൊണ്ട് കോമൺ ഡിനോമിനേറ്റർ എഴുതാം. ന്യൂമറേറ്റർ ആയിട്ടുള്ള 8x പ്ലസ് ഇവിടെ എന്താ 9y = 875 എന്ന് എഴുതാം. ഈ 100 നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വലിന് അപ്പുറത്തേക്ക് പോകും. 8x 9y കൂടി ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിവിടെ yക്ക് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? y we know that it is 10,000 minus x അങ്ങനെ കൊടുക്കാം അല്ലേ. അപ്പോൾ 8x + 9 × y എന്താണ്? 10,000 minus x ആണ്. വിൽ ബി ഈക്വൽ ടു 875. ഇവിടെ ഒരു /100 എന്നുണ്ടാവും. സോ നമുക്കിതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. 8x + 9 × 10,000 90,000 ആണ് അല്ലേ. -9x/100 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 875 എന്ന് കിട്ടുന്നത് അല്ലേ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കിക്കോളൂ. നമുക്കിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 8x -9x കൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 8x - 9x ആണ്. ഓൾറെഡി 90,000 ഇവിടെ ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാം. -8x - 9x എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. സോ 9 8 സബ്ട്രാക്ട് ചെയ്ത് 9ൻ്റെ സൈൻ ഇടുക. അപ്പം ഇറ്റ് ഈസ് -x അല്ലേ. ഈക്വൽ ടു 875. ഈ ഡിനോമിനേറ്ററിൽ 100ന് ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പം ഇൻറ്റു 100 എന്നായി മാറൂലേ. അങ്ങനെയായി മാറും കേട്ടോ. അപ്പോൾ നമുക്കുണ്ടാവുക 90,000 - x = 87,500 എന്ന് കിട്ടും. അപ്പോൾ 90,000 - x എന്താ കിട്ടുന്നത്? 87,500 എന്ന് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 87,000നെ ഈക്വലിന് അപ്പുറത്തേക്കും ഈ എക്സ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 90,000 - 87,500 = x എന്ന് കിട്ടും. അവിടുന്ന് എക്സ് വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. 90,000 ഇത് സബ്ട്രാക്ട് ചെയ്താൽ 2,500 അല്ലേ. സോ വി ഗെറ്റ് എക്സ് ആസ് 2,500. അപ്പോൾ എക്സ് നമുക്ക് 2,500 കിട്ടുകയാണെങ്കിൽ y എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 10,000ൽ നിന്നിട്ട് 2,500 കുറയ്ക്കണം അല്ലേ. 10,000 - x എന്നാണ് പറഞ്ഞത്. സോ വി ഗെറ്റ് 7,500 എന്ന് രണ്ട് വാല്യൂസ് കിട്ടും. സോ ഫസ്റ്റ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തത് 2,500ഉം സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തത് 7,500ഉമാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെയാണ് അയാൾ ചെയ്തിട്ടുള്ളതെന്ന കാര്യം കണ്ടുപിടിക്കുക. രണ്ട് സ്കീമിലെയും എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കണം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ,
അടുത്തൊരു ചോദ്യം നോക്കൂ. എ 3.5 ലോങ് റോഡ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 പീസസ്. One piece is to be bent into a square and the other into an equilateral triangle. So the length of their sides must be the same. How should it be cut? ഒരു 3.5 മീറ്റർ നീളമുള്ള വടി എടുത്തിട്ട് കട്ട് ചെയ്തു അല്ലേ. ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒരു സമചതുരവും മറ്റൊന്ന് വളച്ചിട്ട് എന്തുണ്ടാക്കി ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എത്രത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് ചോദ്യം. സോ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു 3.5 മീറ്റർ നീളമുള്ള റോഡിനെയാണ് നമുക്ക് മുറിക്കേണ്ടത്. 2 പാർട്ടായിട്ട് മുറിക്കണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ ഉണ്ടാക്കണം. വേറൊരു കഷ്ണം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളും ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. നമുക്കിവിടെ ഒരു 3.5 മീറ്റർ നീളമുള്ള റോഡാണുള്ളതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതിന് 3.5 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 350 സെൻറ്റിമീറ്റേഴ്സ് അതുണ്ടാവും അല്ലേ. 350 സെൻറ്റിമീറ്റേഴ്സാണ് 3.5 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാർട്ട് എക്സ് എന്നും മറ്റേ പാർട്ട് എന്താണ് വൈ എന്നും വിചാരിച്ചോളൂ. മുറിച്ചൊരു പാർട്ട് എന്താണ് എക്സ് ആണ്, മറ്റേ പാർട്ട് എന്താണ് വൈ എന്ന് വിചാരിച്ചോളൂ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ അറിയുന്നൊരു കാര്യമുണ്ട്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ വിൽ ബി ഈക്വൽ ടു 350 ആണല്ലോ അല്ലേ. ഒരു പാർട്ട് എക്സും വേറൊരു പാർട്ട് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്താണ്? 50 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു പീസ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? സ്ക്വയർ ഉണ്ടാക്കിയത്. വൈ എന്ന് പറയുന്ന ഈ പീസ് എടുത്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടത്? നമ്മളുടെ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കിയത് അല്ലേ. എക്സ് എന്നുള്ള പീസ് എടുത്തിട്ട് സ്ക്വയറും വൈ എന്നുള്ള പീസ് എടുത്ത് ഇക്വിലാറ്റർ ട്രയാങ്കിളും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. രണ്ടിൻ്റെയും സൈഡുകൾ എന്താവണം? സെയിം ആവണം അല്ലേ. രണ്ടിൻ്റെയും ഈ സൈഡുകൾ ഇപ്പോൾ ഇവിടെ എ എന്ന് പറയുകയാണെങ്കിൽ സൈഡെങ്കിൽ ഇതും എന്താവണം? എ തന്നെ ആവണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എ ആണെങ്കിൽ ഇത് എന്താ വരിക? എ എ എ അങ്ങനെ എ തന്നെയാണ് വരിക അല്ലേ. ഇതും എ ആണെങ്കിൽ ഇവിടെ എ തന്നെയാണ് വരിക. അങ്ങനെയല്ല വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആയിട്ടുള്ള 4a എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ആയിട്ടും ഈ ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിട്ട് 3a എന്ന് പറയുന്നതും കിട്ടും. ഓക്കെ അല്ലേ. സ്ക്വയറിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 4a ആണ്. ഇക്വിലാറ്ററിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 3a ആണ്. ഈ 4a എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 4a വിൽ ബി ഈക്വൽ ടു എക്സ് ആണല്ലോ. അതുപോലെ തന്നെ 3a എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? വിൽ ബി ഈക്വൽ ടു വൈ. 3a എന്ന് പറയുന്ന പെരിമീറ്റർ ആർക്ക് ഈക്വലാണ്? 3a ഈസ് ഈക്വൽ ടു വൈ ആണ്. 4a ഈക്വൽ ടു എക്സും 3a ഈക്വൽ ടു വൈ ആണ്. ശരിയല്ലേ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നോക്കിയിട്ട് ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നേരിട്ട് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എക്സ് പ്ലസ് വൈ 350 ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 350 ആണെന്ന് തന്നതുകൊണ്ട് 4a പ്ലസ് 3a എന്ന് പറയുന്നത് 350 എന്ന് നമുക്ക് എഴുതാം. സോ ഇത് എത്ര എഴുതിയാൽ 7a എന്ന് പറയുന്നതാണ് 350. അവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്താ ചെയ്യുക? 350/7 എ കിട്ടിയല്ലോ നമുക്ക്. ഇറ്റ് ഈസ് 50 എന്ന് കിട്ടി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സൈഡ് ഓഫ് ദി സ്ക്വയർ ആണ് അല്ലേ. അല്ലെങ്കിൽ 1 സൈഡ് ഓഫ് ദി ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത്. എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? 4a എന്ന് പറഞ്ഞു. സോ എക്സ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4 × 50 ചെയ്താൽ മതി. 200 സെൻറ്റിമീറ്റർ ആണ് എന്ത് കിട്ടുക? എക്സ് കിട്ടുക. 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റേഴ്സ് ആണ്. വൈ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 3a അല്ലേ. 3 × 50 150 സെൻറ്റിമീറ്റേഴ്സ് ആണ്. 150 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഈ തരത്തിൽ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ലഘുവായിട്ട് നമുക്ക് ഒറ്റ വേരിയബിളിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ ഫസ്റ്റ് ടൈപ്പിലുള്ള പ്രോബ്ലംസ് മാത്രമാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്.